ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ഇനി എങ്ങനെയായിരിക്കണം തുടർ സമരം എന്നത് ആശമാർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. യോഗത്തിന് ശേഷം സമരസമിതി നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. വോട്ട് കൊടുക്കരുത് എന്ന മുദ്രാവാക്യവുമായി നവംബർ 1-ാം തീയതി ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് ഇവിടെ ഒരു കൂടിച്ചേരൽ. ഞങ്ങളൊരു വലിയ സമര പരിപാടി തന്നെ ആസൂത്രണം ചെയ്തതാണ്. ഇവിടെ വലിയൊരു പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ്. അതിദരിദ്രരുടെ ഇല്ലാത്ത അതിദരിദ്ര വിമുക്ത കേരളം എന്ന പ്രഖ്യാപനം. അതിൽ പങ്കെടുക്കാൻ വരുന്ന മഹാനടന്മാരോട് ഇതിൽ നിങ്ങൾ പങ്കെടുക്കരുത്, ഈ വലിയ നുണയ്ക്ക് നിങ്ങളും പാത്രമാകും, അതിന്റെ ഭാഗമായി നിങ്ങളും തീരും, അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കരുതെന്ന് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും അതുകൂടി കണ്ടിട്ടാണ് സർക്കാർ 1-ാം തീയതി പ്രഖ്യാപിക്കാനിരുന്ന ആനുകൂല്യങ്ങൾ എന്ന രീതിയിൽ അത് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ 1-ാം തീയതി ഈ സമരപ്പന്തലിൽ വലിയൊരു കൂടിച്ചേരൽ നടത്തുകയാണ്. ഒരു പ്രതിജ്ഞാ റാലി, സമര പ്രതിജ്ഞാ റാലി ഈ പന്തലിൽ വെച്ച് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാർ അതിൽ പങ്കെടുക്കും. അവരോടൊപ്പം ഈ സമരത്തെ പിന്തുണച്ച സാംസ്കാരിക നായന്മാരും എഴുത്തുകാരും ബുദ്ധിജീവികളും വിവിധ രാഷ്ട്രീയ സംഘടനാ അധ്യക്ഷന്മാരുൾപ്പെടെയുള്ള ഞങ്ങളെ പിന്തുണച്ച പൊതുസമൂഹ പ്രതിനിധികളെല്ലാം ഈ സന്ദർഭത്തിൽ ഈ സമരപ്പന്തലിന് മുമ്പിൽ നവംബർ 1-ന് എത്തിച്ചേരും. അതൊരു വലിയ സമരപ്രതിജ്ഞ റാലിയായി ഞങ്ങൾ നടത്തുന്നതാണ്. അതുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ശ്രീമതി അസ്മിനി. ഇവിടെ ഈ സമരത്തിന് വരുമ്പോ നമ്മൾ സംസ്ഥാന സർക്കാരിനോട് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. 1500 രൂപ കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു. അപ്പോൾ ഫലത്തിൽ ആശാവർക്കർമാർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരുപോലെ വേതന വർധനവ് നടത്തിയിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. സംസ്ഥാന സർക്കാർ 1000 രൂപ വർദ്ധിപ്പിച്ചു, കേന്ദ്ര സർക്കാർ 1500 രൂപ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു. അത് കൂടാതെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് നേരിയ തോതിലുള്ള ഇൻസെന്റീവ് വർധനയുണ്ട്. കൂടാതെ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്ന ടീം ബേസ്ഡ് ഇൻസെന്റീവ് എന്ന് പറയുന്ന 1000 രൂപ നമ്മുടെ സംസ്ഥാനത്ത് ഓരോ PHCയിലെ ഓരോ ആശമാർക്കും മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. അത് ഞങ്ങൾ മുഴുവൻ ആശമാർക്കും ഏപ്രിൽ മാസം മുതൽ ആ വർധനവ് വരുത്തുകയുണ്ടായി. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ 2500 രൂപയുടെ ഒരു വർധനവ് ഇവിടെ വന്നു കഴിഞ്ഞു. അതിൽ 1500 രൂപ ഏപ്രിൽ മാസം മുതൽ ലഭിച്ചു തുടങ്ങും. അതിന്റെ ഉത്തരവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ 7000 രൂപയായിരുന്ന ഓണറേറിയം അതിന് 10 മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇവിടെ നടത്തിയ സമരത്തിന്റെ രൂപം മാറ്റും, സമരം ഉപേക്ഷിക്കില്ല എന്നാണ് ആശാ